മുഹമ്മദ് അഖ്ലാഖ് ആൾക്കൂട്ട കൊലപാതക കേസിലെ പ്രതികൾക്കെതിരായ കുറ്റം പിൻവലിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2015 സെപ്റ്റംബർ 28-ലാണ് ഈ മുഹമ്മദ് അഖ്ലാഖിനെ വീട്ടിൽ കയറി വിളിച്ചിറക്കി കൊലപ്പെടുത്തുന്നത്. ഈ മുഹമ്മദ് അഖ്ലാഖ് തൻ്റെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വീട്ടിന് പുറത്തു വെച്ച് തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ആൾക്കൂട്ട കൊലപാതക കേസിൽ 14 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കെതിരായി നേരത്തെ ഈ കോടതിയിൽ സുരാജ്പൂരിലെ അതിവേഗ കോടതിയിൽ കുറ്റം ചുമത്തിയിരുന്നു. 2015 സെപ്റ്റംബർ 28-നാണ് ഈ സംഭവം നടക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മുഹമ്മദ് അഖ്ലാഖിൻ്റെ ഭാര്യ ഒരു പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നു. 84 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 2021 ഇതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തുകയാണ് ഉണ്ടായിരുന്നത്. മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസിലെ പ്രതികൾക്കെതിരായ കുറ്റം പിൻവലിക്കാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷ നൽകിയിരിക്കുന്ന കാര്യം ജില്ലാ അഭിഭാഷകൻ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് അഖ്ലാഖിൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 2015 നടന്ന ആൾക്കൂട്ട കൊലപാതകം രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മുഹമ്മദ് അഖ്ലാഖിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഈ ബീഫല്ല, മറിച്ച് മട്ടൺ ആണെന്ന് ആദ്യം ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മറ്റൊരു റിപ്പോർട്ടിൽ അത് ബീഫ് തന്നെയാണ് എന്ന കാര്യവും, അതായത് പശു ഇറച്ചി തന്നെയാണെന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. എന്തായാലും 2 വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ള, അതായത് മൊത്തം 18ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ വിചാരണയ്ക്കിടെ അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണമടഞ്ഞു. ബാക്കിയുള്ള 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 14 പേരാണ് പ്രായപൂർത്തിയായിട്ടുള്ളവർ. ഇവർക്കെതിരായിട്ടുള്ള നടപടികളായിരുന്നു കോടതിയിൽ കുറ്റം ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചിരുന്നത്. ഇതിൽ ഉള്ള പ്രതികൾക്കെതിരായ കുറ്റം ഇപ്പോൾ പിൻവലിക്കുന്നതിനാണ് ഉത്തർപ്രദേശ് സർക്കാർ സുരാജ്പൂരിലെ അതിവേഗ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഡിസംബറിൽ ഈ കേസ് ഈ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഈ ആവശ്യം പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ തോതിൽ ചർച്ച ആകാൻ സാധ്യതയുള്ള ഒരു വിഷയമായി ഇത് മാറുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.